ഹായ് ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെൻ്റൽ സയൻസ് പരിസര പഠനത്തിലെ 1ാമത്തെ യൂണിറ്റായ ഗ്രീൻ എർത്ത് ഹരിതഭൂമി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാഠത്തിലെ ആദ്യ ഭാഗങ്ങളുടെ നോട്ടുകളും ഇനിയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 3 EVS യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിലോ പോയി പരിശോധിച്ചാൽ മതി. ഈ പാഠത്തിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാം. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, വിത്തിൽ നിന്ന് അല്ലാതെയും ചെടികൾ. താഴെ നോക്കൂ, ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? 2 കുട്ടികൾ ചെടികളെല്ലാം നിരീക്ഷിക്കുകയാണ് അല്ലേ? അവരെന്താണ് തമ്മിൽ പറയുന്നത്? See the saplings, they are formed from the root of the curry leaf plant. നോക്ക്, ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നും ഉണ്ടായ തൈകളാണിതെല്ലാം. But the saplings of the miracle leaf plant or ഇലമുളച്ചി are formed from their leaves. പക്ഷേ ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. സൈറ and her friends decided to plant ചെത്തി, hibiscus, നിശാഗന്ധി, rose, pumpkin, mango tree, jasmine and kadaplower for expanding the school biodiversity garden. Classify these plants according to which part of them is planted. Find out more plants in these categories. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കാൻ സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരംതിരിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുകയും വേണം. നമ്മൾക്ക് ഇവയെല്ലാം തരംതിരിച്ച് പട്ടികപ്പെടുത്താം. കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുകയും ചെയ്യാം. എന്തെല്ലാമാണ്? സീഡ്, വിത്തിൽ നിന്നും മുളയ്ക്കുന്ന ചെടികൾ ഏതെല്ലാമാണ്? മാംഗോ ട്രീ, പംകിൻ, മാരിഗോൾഡ്, സൺഫ്ലവർ, ടൊമാറ്റോ, ബേസിൽ, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, കോറിയാണ്ടർ, ജാക്ക് ഫ്രൂട്ട് ട്രീ, പീ, ചില്ലി, ബിറ്റർ ഗോഡ്, കുക്കുംബർ, ബ്രിഞ്ചൽ, എക്സെട്ര. നെക്സ്റ്റ്, റൂട്ട്, വേരിൽ നിന്നും മുളച്ചു വരുന്ന ചെടികൾ ഏതെല്ലാമാണ്? കടപ്ലാവ്, ഡാലിയ, മിന്റ്, ക്രിസാന്തിമം, കറി ലീവ്സ്, എക്സെട്ര. നെക്സ്റ്റ്, സ്റ്റെം, തണ്ടിൽ നിന്നും മുളച്ചു വരുന്ന ചെടികൾ ഏതെല്ലാമാണ്? ചെത്തി, ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ, ബോഗൻവില്ലെ, ടാപ്പിയോക്ക, ഷുഗർ കെയിൻ, ഐവി ഗോഡ്, ഹൈഡ്രേഞ്ചിയ, റബ്ബർ, ഗ്രേപ്പ്, ബാംബു, മൊരിങ്ങ, പനിക്കൂർക്ക, സ്ട്രോബെറി, വാട്ടർ ഹയാസിന്ത്, എക്സെട്ര. നെക്സ്റ്റ്, ലീഫ്, ഇലയിൽ നിന്നും മുളച്ചു വരുന്ന ചെടികൾ ഏതെല്ലാമാണ്? നിശാഗന്ധി, ആഫ്രിക്കൻ വാലറ്റ്, കലഞ്ചോ, സെൻസ്വേറിയ, ബ്രയോഫില്ലം, അക്യുവേറിയ, അലോവേര, സാമിയ, ജേഡ് പ്ലാന്റ്, ബറോസ്റ്റീൽ, എക്സെട്ര. നെക്സ്റ്റ്, പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെന്റ് പാർട്സ്? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? Plants have different parts like roots, stems, leaves, flowers and fruits, each with a specific function, and all are essential for the plant's survival and reproduction. സസ്യങ്ങൾക്ക് വേരുകൾ, തണ്ട്, ഇലകൾ, പൂക്കൾ, പഴങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓരോന്നിനും ഓരോ പ്രത്യേക ധർമ്മമുണ്ട്. അവയെല്ലാം സസ്യത്തിന്റെ നിലനിൽപ്പിനും പുനരുൽപാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? എക്സ്പെരിമെന്റ് നെയിം, പരീക്ഷണത്തിന്റെ പേരെന്താണ്? വേർ ഡിഡ് ദ വാട്ടർ ഗോ? വെള്ളം എവിടെ പോയി? എയിം, എന്താണ് നമ്മുടെ ലക്ഷ്യം? ടു ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങളുടെ ധർമ്മങ്ങൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ലക്ഷ്യം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്താണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ? 3 ടെസ്റ്റ് ട്യൂബ്സ്, സ്റ്റാൻഡ്, വാട്ടർ, റെഡ് കളർ, 3 ക്ലിയർ വീഡ് ഓർ മഷിത്തണ്ട് പ്ലാന്റ്സ്. എന്തെല്ലാമാണ്? 3 ടെസ്റ്റ് ട്യൂബുകൾ വേണം, സ്റ്റാൻഡ് വേണം, വെള്ളം, ചുവന്ന കളർ വേണം, 3 മഷിത്തണ്ട് ചെടികളും വേണം. എക്സ്പെരിമെന്റ് മെത്തേഡ്, എങ്ങനെയാണ് നമ്മൾ പരീക്ഷണം ചെയ്യുന്ന രീതി? Place 3 test tubes in a stand. Fill the first test tube with water. Fill the second test tube with red color water in the same amount. Keep the third test tube without water.
Keep 3 clear weed plants or mashitanda of the same size and undamaged roots in sunlight for 10 minutes and then keep them in separate test tubes. Keep the test tubes in a place where they can get sunlight. Observe the changes happening to the plants and the water in the test tubes. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് വെള്ളമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ച ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? The water in the first and second test tubes decreased. In the second test tube, the stem of the plant turned red. In the third test tube, the plant withered. ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെസ്റ്റ് ട്യൂബിലെ വെള്ളം കുറഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിലേക്ക് ചുവപ്പ് നിറം കയറി. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വാടിപ്പോയി. ഇൻഫറൻസ് എന്തു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്? Plants need water to survive. The roots of plants draw water from the soil. The roots transport the water to different parts of the plant. The stem turns red because the roots draw water containing red ink. The clear weed plant in the third test tube withered because the plant was not getting the water it needed. ചെടികളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമാണ്. സസ്യങ്ങളുടെ വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത ജലം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് വേരാണ്. ചുവന്ന മഷിയുള്ള ജലം വേര് വലിച്ചെടുത്തതുകൊണ്ടാണ് തണ്ടിന് ചുവപ്പ് നിറം വന്നത്. സസ്യത്തിന് ആവശ്യമുള്ള ജലം കിട്ടാത്തതുകൊണ്ടാണ് മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ മഷിത്തണ്ട് ചെടി കരിഞ്ഞുപോയത്. ഈ പരീക്ഷണത്തിലൂടെ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? Plants prepare the food that they need in their leaves. This is used for their growth. The remaining food is stored in different parts of the plant. Other organisms use it as their food. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഇനി നമ്മൾക്ക് താഴെയുള്ള വർക്ക്ഷീറ്റ് ചെയ്യാമല്ലോ. മാച്ച് ദ ഫോളോയിങ് വരച്ച് യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? പ്ലാൻ പാർട്സും അവയുടെ ഫങ്ഷൻസുമാണ്. ഉചിതമായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റെം, തണ്ട്. എന്താണ് സ്റ്റെമ്മിന്റെ ഫങ്ഷൻസ്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നതാണ് സ്റ്റെമ്മിന്റെ ഫങ്ഷൻ. പിന്നെയോ നെക്സ്റ്റ് എന്താണ്? ലീഫ്. ഇലയുടെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? പ്രിപ്പയേഴ്സ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നതാണ് ഇലയുടെ ജോലി. നെക്സ്റ്റ് എന്താണ്? റൂട്ട്. വേരിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. പിന്നെയോ അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വെറൈറ്റീസ് ഓഫ് ലീവ്സ്. ഇലകളുടെ വൈവിധ്യം. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, തുമ്പ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ലീഫ് ഓഫ് തുമ്പ? ലോങ് ആൻഡ് ടാപ്പറിംഗ്. എന്താണ് ആകൃതി? നീണ്ടു കൂർത്തതാണ് അല്ലേ? ഡു ലീവ്സ് സ്മെൽ? തുമ്പയുടെ ഇലയ്ക്ക് മണമുണ്ടോ? യെസ്. പിന്നെയോ കളർ ഓഫ് ദ ലീവ്സ്. തുമ്പയുടെ ഇലയുടെ നിറം എന്താണ്? തിൻ ആൻഡ് ഗ്രീൻ. നേരിയ പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ, മാംഗോ ട്രീ. മാവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഷേപ്പ് ഓഫ് ദ ലീഫ്. മാവിന്റെ ഇലയുടെ ആകൃതി എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിംഗ്. നീണ്ടു കൂർത്തതാണ്. ഡു ലീവ്സ് സ്മെൽ? മാവിലയ്ക്ക് മണമുണ്ടോ? യെസ്, അതെ അല്ലേ? കളർ ഓഫ് ദ ലീവ്സ് എന്താണ്? മാവിലയുടെ നിറം തിക്ക്
തിക്ക് ആൻഡ് ഗ്രീൻ, കട്ടിയുള്ള പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ ലോട്ടസ്, താമരയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് താമരയിലയുടെ ആകൃതി? റൗണ്ട്, വൃത്താകൃതിയാണ് അല്ലേ. ഡു ലീവ്സ് സ്മെൽ, താമരയിലയ്ക്ക് മണമുണ്ടോ? നോ. പിന്നെയോ കളർ ഓഫ് ദ ലീവ്സ്, എന്താണ് താമരയിലയുടെ നിറം? തിൻ ആൻഡ് ഗ്രീൻ, നേരിയ പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് പ്ലാവിലയുടെ ആകൃതി? എലിപ്സ് ഷേപ്പ്, ദീർഘവൃത്താകൃതിയാണ് അല്ലേ. ഡു ലീവ്സ് സ്മെൽ, പ്ലാവിലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, പ്ലാവിലയുടെ നിറം എന്താണ്? തിക്ക് ആൻഡ് ഗ്രീൻ, കട്ടിയുള്ള പച്ച നിറമാണ്. നെക്സ്റ്റ് ബനാന ട്രീ, വാഴയിലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഷേപ്പ് ഓഫ് ദ ലീഫ്, ഇലയുടെ ആകൃതി എന്താണ്? ലാർജ് ആൻഡ് ലോങ്, വലിപ്പവും നീളവുമുള്ളതാണ് അല്ലേ. ഡു ലീവ്സ് സ്മെൽ, വാഴയിലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, വാഴയിലയുടെ നിറം എന്താണ്? തിൻ ആൻഡ് ഗ്രീൻ, നേർത്ത പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ തുളസി, എന്തെല്ലാമാണ് തുളസി ഇലയുടെ പ്രത്യേകതകൾ? ഷേപ്പ് ഓഫ് ദ ലീഫ്, ആകൃതി എന്താണ്? സ്മോൾ ആൻഡ് എലിപ്സ്, ചെറുതും ദീർഘവൃത്തമുള്ളതുമാണ്. ഡു ലീവ്സ് സ്മെൽ, തുളസി ഇലയ്ക്ക് മണമുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. പിന്നെയോ കളർ ഓഫ് ദ ലീവ്സ്, തുളസി ഇലയുടെ നിറം എന്താണ്? തിൻ ആൻഡ് ഗ്രീൻ, നേരിയ പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ കറി ലീവ്സ്, കറിവേപ്പിലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് ഇലയുടെ ആകൃതി? സ്മോൾ ആൻഡ് എലിപ്സ്, ചെറുതും ദീർഘവൃത്തമുള്ളതുമാണ്. ഡു ലീവ്സ് സ്മെൽ, കറിവേപ്പിലയ്ക്ക് മണമുണ്ടോ? യെസ്. കളർ ഓഫ് ദ ലീവ്സ്, കറിവേപ്പിലയുടെ നിറം എന്താണ്? തിൻ ആൻഡ് ഗ്രീൻ, നേർത്ത പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ കോക്കനട്ട് ട്രീ, തെങ്ങിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ലീഫ്, ഇലയുടെ ആകൃതി എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിംഗ്, നീണ്ടു കൂർത്തതാണ്. ഡു ലീവ്സ് സ്മെൽ, തെങ്ങോലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, എന്താണ് തെങ്ങോലയുടെ നിറം? തിക്ക് ആൻഡ് ഗ്രീൻ, കട്ടിയുള്ള പച്ച നിറമാണ്. നെക്സ്റ്റ് വൺ ടാപ്പിയോക്ക, കപ്പയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് ടാപ്പിയോക്കയുടെ ഇലയുടെ ആകൃതി? സ്റ്റാർ, നക്ഷത്രത്തിന്റെ ആകൃതിയാണ് അല്ലേ. ഡു ലീവ്സ് സ്മെൽ, കപ്പ ഇലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, എന്താണ് കപ്പ ഇലയുടെ നിറം? തിൻ ആൻഡ് ഗ്രീൻ, നേരിയതും പച്ച നിറത്തിലുമുള്ളതാണ്. നെക്സ്റ്റ് വൺ കൊളക്കേഷ്യ, ചേമ്പ്. ഷേപ്പ് ഓഫ് ദ ലീഫ്, എന്താണ് ചേമ്പിലയുടെ ആകൃതി? ലാർജ് ഹാർട്ട് ഷേപ്പ്, വലിപ്പമുള്ള ഒരു ഹൃദയത്തിന്റെ ആകൃതിയാണ് അല്ലേ. ഡു ലീവ്സ് സ്മെൽ, ചേമ്പിലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, ചേമ്പിലയുടെ നിറം എന്താണ്? തിൻ ആൻഡ് ഗ്രീൻ, നേരിയതും പച്ച നിറത്തിലുള്ളതുമാണ്. നെക്സ്റ്റ് വൺ സ്പിനാച്ച്, ചീരയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഷേപ്പ് ഓഫ് ദ ലീഫ്, ചീരയിലയുടെ ആകൃതി എന്താണ്? സ്മോൾ ആൻഡ് എലിപ്സ്, ചെറുതും ദീർഘവൃത്തവുമാണ്. ഡു ലീവ്സ് സ്മെൽ, ചീരയിലയ്ക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, എന്താണ് ചീരയിലയുടെ നിറം? തിൻ ഗ്രീൻ ഓർ റെഡ്, നേരിയതും പച്ചയോ അല്ലെങ്കിൽ ചുവപ്പോ നിറത്തിലുള്ളതാണ്. നെക്സ്റ്റ് വൺ റോസ്, എന്താണ് റോസാ ചെടിയുടെ പ്രത്യേകതകൾ? ഷേപ്പ് ഓഫ് ദ ലീഫ്, ഇലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വെരി സ്മോൾ ആൻഡ് എലിപ്സ്, വളരെ ചെറുതും ദീർഘവൃത്തവുമാണ്. ഡു ലീവ്സ് സ്മെൽ, റോസാ ചെടിയുടെ ഇലകൾക്ക് മണമുണ്ടോ? നോ, ഇല്ല അല്ലേ. കളർ ഓഫ് ദ ലീവ്സ്, എന്താണ് റോസാ ചെടിയുടെ ഇലകളുടെ നിറം? തിൻ ഗ്രീൻ, നേരിയതും പച്ച നിറത്തിലുമുള്ളതാണ്. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? എഴുതി നോക്കൂ. പട്ടിക വിശകലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? There is variety in colors, നിറത്തിൽ വൈവിധ്യമുണ്ട്. There is variety in shapes, ആകൃതിയിൽ വൈവിധ്യമുണ്ട്. There is difference in smell, മണത്തിൽ വ്യത്യാസമുണ്ട്. There is difference in size, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. There is difference in venation, സിരാവിന്യാസത്തിൽ വ്യത്യാസമുണ്ട്. There is thicker and thinner ones, കട്ടി കൂടിയതും കുറഞ്ഞവയുമുണ്ട്. Place the leaves underneath the paper and draw over it with crayon. Observe the patterns. ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കൂ. പാറ്റേണുകൾ നിരീക്ഷിക്കൂ. ചീരയിലയുടെയും പ്ലാവിലയുടെയും രേഖാചിത്രങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ച് വരച്ചത് കൂട്ടുകാർ കണ്ടല്ലോ.
ഇലകളിലെ സിരാവിന്യാസങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മാവിലയുടെയും കരിമ്പിലയുടെയും രേഖാചിത്രങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ച് വരച്ചത് കൂട്ടുകാർ നിരീക്ഷിച്ചല്ലോ. ഓരോ ഇലയും പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. കൂടുതൽ ഇലകളുടെ രേഖാചിത്രങ്ങൾ ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുമല്ലോ. ലീഫ് ഫിഗേഴ്സ്, ഇല രൂപങ്ങൾ. See the figures of creatures made using different kinds of leaves. Can you make similar figures? വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. താഴെ ചിത്രത്തിൽ നോക്കൂ. വിവിധ തരം ഇലകൾ ഉപയോഗിച്ച് വിവിധ തരം രൂപങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുകാർ ശ്രമിക്കുമല്ലോ. നെക്സ്റ്റ്, വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്, പൂക്കളിലെ വൈവിധ്യം. താഴെ ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു തുമ്പച്ചെടിയാണ് അല്ലേ? തുമ്പച്ചെടി എന്താണ് പറയുന്നത്? പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. എൻ്റെ പൂക്കൾ പറിക്കരുതേ. Why does this plant say no to pluck its flowers? What are the benefits of flowers? Who are benefited? List out. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? എഴുതൂ. ബീസ് ഗെറ്റ് ഹണി, തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. സീഡ്സ് കം ഫ്രം ഫ്ലവേഴ്സ്, എ ന്യൂ പ്ലാന്റ് കംസ് ഫ്രം എ സീഡ്. പൂക്കളിൽ നിന്നാണ് വിത്തുണ്ടാകുന്നത്, വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കം ഫ്രം ഫ്ലവേഴ്സ്, പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്കളും ഉണ്ടാകുന്നത്. ഫ്ലവേഴ്സ് ബ്രിങ് അസ് ഹാപ്പി, പൂക്കൾ നമുക്ക് സന്തോഷം നൽകുന്നു. ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ, പൂക്കൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു. ഫ്ലവേഴ്സ് സ്പ്രെഡ് ഫ്രാഗ്രൻസ്, പൂക്കൾ സുഗന്ധം പരത്തുന്നു. പെർഫ്യൂംസ് ആർ മെയ്ഡ് ഫ്രം ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നു. സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻ, ചില പൂക്കൾ മരുന്നായി ഉപയോഗിക്കുന്നു. ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ബട്ടർഫ്ലൈസ് യൂസ് ഫ്ലവേഴ്സ് ആസ് ഫുഡ്, പക്ഷികൾ, പ്രാണികൾ, പൂമ്പാറ്റകൾ എന്നിവ പൂക്കളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കൾ പലവിധം. Find out the names of flowers given in the pictures and write them in the space provided. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന പൂവ് ഏതാണ്? റോസ് ഫ്ലവർ, റോസാ പൂവാണ് അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പൂവ് ഏതാണ്? കണിക്കൊന്ന, കൊന്നപ്പൂവാണ് അല്ലേ? അടുത്ത ചിത്രത്തിലെ പൂവ് ഏതാണ്? ജാസ്മിൻ, മുല്ലപ്പൂവാണ് അല്ലേ? നെക്സ്റ്റ് പോർട്ടുലേക്ക, പത്തുമണിപ്പൂവ്. നെക്സ്റ്റ് സീനിയ, സീനിയ പൂവാണ്. നെക്സ്റ്റ് ഏതാണ്? മാരിഗോൾഡ്, ചെണ്ടുമല്ലി പൂവാണ്. ഹൗ ഡു ദീസ് ഫ്ലവേഴ്സ് ഡിഫർ അതർ ദാൻ ഇൻ സ്മെൽ, കളർ ആൻഡ് ഷേപ്പ്? മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഈ പൂക്കൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്? ഡിഫർ ഇൻ സൈസ്, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഡിഫേഴ്സ് ഇൻ നമ്പർ ഓഫ് പെറ്റൽസ്, ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഫ്ലവേഴ്സ് വാരി ഇൻ വെദർ ദേ ഇൻ ക്ലസ്റ്റേഴ്സ് ഓർ സിംഗ്ലി, പൂക്കൾ കുലകളായോ ഒറ്റയായോ എന്നതിലും വ്യത്യാസമുണ്ട്. ഒബ്സർവ് മോർ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം, കൂടുതൽ പൂക്കൾ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കുറച്ച് പൂക്കളെയും അവയുടെ സവിശേഷതകളെയും എഴുതി നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ ഏത് പൂവാണ് കാണുന്നത്? കൂട്ടുകാർക്ക് പരിചയമുണ്ടോ? ദിസ് ഈസ് നിശാഗന്ധി, ഇതാണ് നിശാപുഷ്പം. ബ്ലൂംസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വിരിയുന്നു. നോൺ ആസ് ദ ക്വീൻ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളിലെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. സ്പ്രെഡ്സ് എ വെരി ഫ്രാഗ്രന്റ് ഫ്രാഗ്രൻസ്, അതിസുഗന്ധം പരത്തുന്നു. അപ്പിയേഴ്സ് വൈറ്റ് ഇൻ കളർ, വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചിത്രത്തിൽ കാണുന്ന പൂവ് ഏതാണ്? റോസ്, റോസാ പൂവാണ് അല്ലേ? ഇതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ദ സ്റ്റെം ഹാസ് തോൺസ്, തണ്ടിൽ മുള്ളുകളുണ്ട്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവേഴ്സ് ദാറ്റ് സ്പ്രെഡ് എ പ്ലസന്റ് ഫ്രാഗ്രൻസ്, ചുവന്ന നിറത്തിലുള്ള നല്ല സുഗന്ധം വ്യാപിപ്പിക്കുന്ന ഭംഗിയുള്ള പൂക്കളുണ്ട്. ചിത്രത്തിൽ കാണുന്ന പൂവ് ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇതാണ് റഫ്ലേഷ്യ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഫ്ലവർ ഓൺ എർത്ത്, ഭൂമിയിലെ ഏറ്റവും വലിയ ഒറ്റ പുഷ്പമാണിത്. ഇറ്റ് ഈസ് എ പാരസൈറ്റിക് പ്ലാന്റ്, ഇതൊരു പരാത സസ്യമാണ്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് ആൻഡ് അൺപ്ലസന്റ് ഓർഡർ ഓഫ് ഡീക്കേയിങ് ഫ്ലഷ്, അഴുകുന്ന മാംസത്തിന്റെ ശക്തമായതും അസുഖകരവുമായ ഗന്ധം ഇതിനുണ്ട്. ഇറ്റ് ഈസ് നാറ്റീവ് ടു ദ റെയിൻ ഫോറസ്റ്റ്സ് ഓഫ് സുമാത്ര ആൻഡ് ബോർണിയോ, സുമാത്രയിലെയും ബോർണിയോയിലെയും മഴക്കാടുകളാണ് ഇതിന്റെ ജന്മദേശം.
ഉദ്ദേശം. The plant has no stem, leaves or true roots. ചെടിക്ക് തണ്ടോ ഇലകളോ യഥാർത്ഥ വേരുകളോ ഇല്ല. The only part of the plant that can be seen outside the host vine is the flower. ആതിഥേയ വള്ളിയുടെ പുറത്ത് കാണാൻ കഴിയുന്ന ഒരേ ഒരു ഭാഗം ചെടിയുടെ പൂവാണ്. ചിത്രത്തിൽ കാണുന്ന പൂവ് ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? വോൾഫിയാണ്. ഇറ്റ് ഈസ് ആൻ അക്വാറ്റിക് പ്ലാന്റ്. ഇതൊരു ജലസസ്യമാണ്. They include the smallest flowering plants on earth. ഭൂമിയിലെ ഏറ്റവും ചെറിയ പൂച്ചെടികളിൽ ഇവ ഉൾപ്പെടുന്നു. They do not have roots. അവയ്ക്ക് വേരുകളില്ല. These are nearly spherical to cylindrical in shape. ഇവ ഏതാണ്ട് ഗോളാകൃതി മുതൽ സിലിണ്ടർ ആകൃതി വരെയാണ്. They are rarely seen flowers originate from a cavity on the upper surface of the front and each flower has one stamen and one pistil. അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇവയുടെ പൂക്കൾ ഇലയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ദ്വാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓരോ പൂവിനും ഒരു കേസരവും ഒരു പിസ്റ്റിലും ഉണ്ട്. ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ സീഡ്. ഇതിന് വിത്ത് വഴി പുനരുൽപാദിപ്പിക്കാൻ കഴിയും. ഓർക്കിഡ് പൂക്കൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തെല്ലാമാണ് അവയുടെ പ്രത്യേകതകൾ? ഇറ്റ് ഈസ് എ വൈഡ് സ്പ്രെഡ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വിത്ത് ബ്ലൂംസ്. ഇത് പൂക്കളുള്ള പൂച്ചെടികളുടെ ഒരു വ്യാപകമായ കൂട്ടമാണ്. ദാറ്റ് ആർ ഓഫൺ കളർഫുൾ ആൻഡ് ഫ്രാഗ്രന്റ്. അവ പലപ്പോഴും വർണ്ണാഭമായതും സുഗന്ധമുള്ളവയുമാണ്. ദീസ് ആർ കോസ്മോപൊളിറ്റൻ പ്ലാന്റ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ആൾമോസ്റ്റ് എവറി ഹാബിറ്റാറ്റ് ഓൺ എർത്ത് എക്സെപ്റ്റ് ഗ്ലേസിയേഴ്സ്. ഹിമാനികൾ ഒഴികെ ഭൂമിയിലെ മിക്കവാറും എല്ലാ ആവാസ വ്യവസ്ഥകളിലും സാർവജനീനമായി കാണപ്പെടുന്ന സസ്യങ്ങളാണിവ. The world's richest diversity of orchid genera and species is found in the tropics. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഓർക്കിഡ് ജനുസുകളുടെയും സ്പീഷീസുകളുടെയും വൈവിധ്യം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്ന പൂവ് കൂട്ടുകാർക്ക് പരിചിതമാണല്ലോ. എന്താണത്? കണിക്കൊന്നയാണ് അല്ലേ? കണിക്കൊന്ന ഈസ് ഓൾസോ നോൺ ആസ് ദ ഗോൾഡൻ ഷവർ ട്രീ. ഗോൾഡൻ ഷവർ ട്രീ എന്നും കണിക്കൊന്ന അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് എ മീഡിയം സൈസ്ഡ് ഡിസിഡ്രസ് ട്രീ വിത്ത് എ സ്പ്രെഡിംഗ് ക്രൗൺ. പടരുന്ന കിരീടത്തോടു കൂടിയ ഇടത്തരം വലിപ്പമുള്ള ഇലപൊഴിയും വൃക്ഷമാണ് ഇത്. It is known for its vibrant yellow, fragrant flowers in long, drooping clusters and long, cylindrical pods. നീളമുള്ളതും തൂങ്ങിക്കിടക്കുന്നതുമായ കൂട്ടങ്ങളിലും നീളമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള കായ്കളിലും കാണപ്പെടുന്ന തിളക്കമുള്ള മഞ്ഞ സുഗന്ധമുള്ള പൂക്കൾക്ക് പേരുകേട്ടതാണ് കണിക്കൊന്ന. The കണിക്കൊന്ന is the official state flower of Kerala and the national flower of Thailand. കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന പുഷ്പവും തായ്ലൻഡിന്റെ ദേശീയ പുഷ്പവുമാണ് കണിക്കൊന്ന. It is a significant part of Kerala's culture, especially during the Vishu festival, where its vibrant yellow flowers are used in the Vishu Kani ritual. ഇത് കേരള സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രത്യേകിച്ച് വിഷു ഉത്സവകാലത്ത് വിഷുക്കണി ആചാരത്തിൽ ഇതിന്റെ തിളക്കമുള്ള മഞ്ഞപ്പൂക്കൾ ഉപയോഗിക്കുന്നു. The tree has various medicinal properties and different parts of the plant, including the flowers, fruits and leaves are used in traditional medicine for conditions like constipation, biliousness and rheumatism. ഈ മരത്തിന് വിവിധ ഔഷധ ഗുണങ്ങളുണ്ട്. കൂടാതെ പൂക്കൾ, പഴങ്ങൾ, ഇലകൾ എന്നിവയുൾപ്പെടെ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ മലബന്ധം, പിത്തരസം, വാദം തുടങ്ങിയ അവസ്ഥകൾക്ക് പരമ്പരാഗത വൈദ്യത്തിൽ ഉപയോഗിക്കുന്നു. The wood of കണിക്കൊന്ന is hard and durable, making it suitable for construction, furniture and boat building. കണിക്കൊന്നയുടെ തടി കടുപ്പമുള്ളതും ഈടു നിൽക്കുന്നതുമാണ്. അതിനാൽ ഇത് നിർമ്മാണം, ഫർണിച്ചർ, ബോട്ട് നിർമ്മാണം എന്നിവയ്ക്ക് അനുയോജ്യമാക്കുന്നു. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു. പൂക്കാത്ത സസ്യങ്ങളും. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്? ഡു ദേ ബ്ലൂം? ഡു ഓൾ ദ പ്ലാന്റ്സ് ബ്ലൂം? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയൂ. ചിത്രത്തിൽ കാണുന്ന ചെടികൾ ഏതെല്ലാമാണ്? ഫേൺ പന്നൽ ചെടി, ക്രിസ്മസ് ട്രീ, പിന്നെയോ മോസ് പൂപ്പൽ, സൈക്കാസ്, സെർസിനാലിസ്, ഈന്ത്. The major parts of the plant are root, stem and leaf. Flowers develop at a stage of the plant's growth. Flowers then become fruits. All plants do not bloom.
All flowers do not become fruits also. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ ചെടികളും കായായി മാറുന്നുമില്ല. Have you seen plants growing in places without sufficient water? What are their features? ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അവയുടെ പ്രത്യേകതകൾ? Reduced leaf surface area, deep root systems, waxy coatings, and water storing tissues to conserve water and survive in dry conditions. ഇലയുടെ കുറഞ്ഞ ഉപരിതല വിസ്തീർണം, ആഴത്തിലുള്ള വേരുവ്യവസ്ഥകൾ, മെഴുകു പോലുള്ള ആവരണങ്ങൾ, വെള്ളം സംഭരിക്കുന്ന കലകൾ എന്നിവ ജലം സംരക്ഷിക്കുന്നതിനും വരണ്ട സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്നതിനും സഹായിക്കുന്നു. മരുഭൂമിയിൽ വളരുന്ന ചെടികളെല്ലാം ഇത്തരത്തിലുള്ളതായിരിക്കും അല്ലേ? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, കാക്ടി, കള്ളിമുൾ ചെടി. These desert plants store water in their fleshy stems and have spines instead of leaves to reduce water loss. മരുഭൂമിയിലെ ഈ സസ്യങ്ങൾ അവയുടെ മാംസളമായ തണ്ടുകളിൽ വെള്ളം സംഭരിക്കുന്നു. ജലനഷ്ടം കുറയ്ക്കാൻ ഇലകൾക്ക് പകരം മുള്ളുകളുണ്ട്. സെക്കൻഡ് വൺ, സക്കുലന്റ് പ്ലാന്റ്സ്, നീർച്ചെടികൾ. They have thick fleshy leaves or stems that store water. ഇവയ്ക്ക് കട്ടിയുള്ളതും മാംസളവുമായ ഇലകളോ വെള്ളം സംഭരിക്കുന്ന തണ്ടുകളോ ഉണ്ട്. തേർഡ് വൺ, അലോവെര, കറ്റാർവാഴ. നോൺ ഫോർ ഇറ്റ്സ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്, അലോവെര ഇസ് എ സക്കുലന്റ് ദാറ്റ് ടോളറേറ്റ് ഡ്രാട്ട് കണ്ടീഷൻസ്. ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ട കറ്റാർവാഴ വരൾച്ചയെ സഹിക്കാൻ കഴിയുന്ന ഒരു നീർച്ചെടിയാണ്. ഫോർത്ത് വൺ, ജേഡ് പ്ലാന്റ്, ജേഡ് ചെടി. അനദർ പോപ്പുലർ സക്കുലന്റ്. ജേഡ് പ്ലാന്റ്സ് ആർ ഈസി ടു കെയർ ഫോർ ആൻഡ് ക്യാൻ സർവൈവ് വിത്ത് മിനിമൽ വാട്ടറിംഗ്. മറ്റൊരു ജനപ്രിയ നീർച്ചെടിയായ ജേഡ് ചെടികൾ പരിപാലിക്കാൻ എളുപ്പമാണ്. കുറഞ്ഞ നനവ് ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിയും. ഫിഫ്ത് വൺ, അഗേവ്. These plants have long spiky leaves and can store water in their leaves. ഈ സസ്യങ്ങൾക്ക് നീളമുള്ള കൂർത്ത ഇലകളുണ്ട്. അവയുടെ ഇലകളിൽ വെള്ളം സംഭരിക്കാൻ കഴിയും. സിക്സ്ത് വൺ, യൂക്ക. These plants have sword-like leaves and can tolerate dry conditions. ഈ സസ്യങ്ങൾക്ക് വാൾ പോലുള്ള ഇലകളുണ്ട്. വരണ്ട സാഹചര്യങ്ങളെ സഹിക്കാൻ കഴിയും. സെവൻത് വൺ, മെസ്ക്വേറ്റ്, എ ടൈപ്പ് ഓഫ് ട്രീ ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ arid environments with deep root systems. ആഴത്തിലുള്ള വേരുകളുള്ള വരണ്ട അന്തരീക്ഷത്തിൽ അതിജീവിക്കാൻ കഴിയുന്ന ഒരു തരം വൃക്ഷം. എയ്ത്ത് വൺ, അക്കേഷ്യ, another tree species that can thrive in dry conditions. It has long roots for reaching water and small leaves to reduce water loss. വരണ്ട സാഹചര്യങ്ങളിൽ വളരാൻ കഴിയുന്ന മറ്റൊരു വൃക്ഷ ഇനം. വെള്ളത്തിലേക്ക് എത്താൻ നീളമുള്ള വേരുകളും ജലനഷ്ടം കുറയ്ക്കാൻ ചെറിയ ഇലകളുമാണ് ഇതിനുള്ളത്. നീലക്കുറിഞ്ഞി പൂക്കളെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ? This is a rare plant that blooms once in 12 years. Once the flower blooms, it will stay without withering for up to 3 months. They are blue in color. Neelagiri Hills gets its name from the flower Neelakurinji. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണ് നീലക്കുറിഞ്ഞി. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ്. നീല നിറത്തിലാണ് അവ കാണപ്പെടുന്നത്. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? They give shade, തണൽ നൽകുന്നു. Provides a safe habitat for birds, small animals, etc. പക്ഷികൾ, ചെറുജീവികൾ തുടങ്ങിയവയ്ക്ക് സുരക്ഷിതമായ വാസസ്ഥലം നൽകുന്നു. Organisms get leaves and fruits for food. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിനായി ഇലകളും കായ്കളും ലഭിക്കുന്നു. Helps to get pure air. ശുദ്ധവായു ലഭിക്കാൻ സഹായകമാകുന്നു. Many plant parts are used as medicine. പല സസ്യഭാഗങ്ങളും മരുന്നായി ഉപയോഗിക്കുന്നു. Helps prevent soil erosion. മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. Helps prevent air pollution. വായു മലിനീകരണം തടയാൻ സഹായിക്കുന്നു. Plants help in making paper. സസ്യങ്ങൾ കടലാസു നിർമ്മാണത്തിന് സഹായിക്കുന്നു. Plants are a good source of wood and timber. മരത്തിൻ്റെയും തടിയുടെയും നല്ല ഉറവിടമാണ് സസ്യങ്ങൾ. Provides oil, spices, perfumes, etc. എണ്ണ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ നൽകുന്നു. Provide fibers like cotton, jute, etc. പരുത്തി, ചണം പോലുള്ള നാരുകൾ നൽകുന്നു.
Provide us sweet fruits, nutrient-rich vegetables and grains. മധുരമുള്ള പഴങ്ങളും പോഷക സമൃദ്ധമായ പച്ചക്കറികളും ധാന്യങ്ങളും നമുക്ക് നൽകുന്നു. ചിത്രത്തിലൂടെ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് പ്ലാന്റ്സ്. സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിത ഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. Stay tuned for the next part. Let us assess answers. Thanks for watching. If you like this video, please do subscribe and share.